ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്റ്റാമ്പ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളൊക്കെയായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വെറുതെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഇത് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തൊരു പേജ് എന്നും വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമ്മളിൽ ഇപ്പോൾ എസ്പെഷ്യലി യുവാക്കൾ ഇന്ന് ഒരുപാട് പേര് വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലേ, പഠിക്കാനും അതുപോലെ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ വിദേശ രാജ്യത്തേക്ക് എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് അവരുടെ കരിയർ കാര്യങ്ങൾ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലെല്ലാം അവിടെ ചിലവഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വൺ തിങ്, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യം ശരിയില്ലാത്തത് കൊണ്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്നാലോചിക്കുന്നവരാണ്. വട്ടെവർ അതവരുടെ ഡിസയറാണ്, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരവർ ജീവിക്കുക. ഇതിൽ മെയിൻ വിഷയം എന്തെന്നാൽ, നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്കെല്ലാം ഒരു ഏജൻറ്റ് ത്രൂ മാത്രമാണ് പോകാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് ജെനുവിനാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ 100% അറിയേണ്ടതുണ്ട്. ചുമ്മാ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ മനക്കോട്ട കെട്ടി പോയി അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. സോ നിങ്ങൾ കണ്ടുപിടിച്ച ഏജൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ സമീപിച്ച ഏജൻറ്റ് ജെനുവിനാണോ അല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ രാജ്യത്ത് പോയി എന്തെങ്കിലും ഒരു തരത്തിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സഹായവും എവിടെ നിന്നും ലഭിക്കില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ എംബസിയുടെ സൈഡിൽ നിന്നോ ഒരു തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളവിടെ പെട്ടുപോവുകയും ചെയ്യും. ആടുജീവിതം പോലെ ആകും അവസാനം കഥ. സോ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യം നമ്മൾ ക്ലിയറാക്കി വെച്ചേ പറ്റുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, MEA എന്ന് പറയും, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഇവരെ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സമീപിച്ച അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏജൻറ്റ് ജെനുവിനാണോ അല്ലയോ എന്ന് ഡയറക്റ്റ് നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ സെർച്ച് ബാറിൽ വരിക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. MEA എന്ന ഷോർട്ട് ഫോമിലും അറിയും. കൊച്ചിയിൽ ഒരു ഓഫീസ് വരുന്നുണ്ട്. അവരുടെ മെയിൽ ID അതുപോലെ ഫോൺ നമ്പർ, കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് അവരുടെ ഒഫീഷ്യൽ പേജിൻ്റെ ഇൻട്രോ വരുന്നിട്ട്. ഇത് എംബസിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസായിട്ട് ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മാത്രം മതി. മെയിൽ ത്രൂവോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. മാത്രമല്ല, ഞാനിതിൽ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർ എനിക്കൊരു റിട്ടേൺ മെയിൽ അയക്കുകയും ചെയ്തു. ഇവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറച്ച് കമ്പനികൾ, ഒരു 50 മുകളിൽ വരുന്ന കുറേ കമ്പനി, നല്ല നല്ല ഏജൻറ്റുകളെ ഇവരെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബിക്കോസ് ആ ഒരു ഏജൻറ്റ് ത്രൂ നമുക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അവിടെ ആ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ പോയ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുവെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവരെയോ എംബസിയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഇവർ നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ഏജൻറ്റുകൾ നല്ലൊരു എമൗണ്ട് ബോണ്ട് കെട്ടിവെച്ചാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. സോ നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ ഒരു 50% നമുക്ക് റിട്ടേൺ കിട്ടും, ഇൻ കേസ് ഏതെങ്കിലും സ്കാം സംഭവിച്ചാൽ മാത്രം. അല്ലാത്ത പക്ഷം ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നേരെ മറിച്ച് ഇവർ രജിസ്റ്റർ ത്രൂ അല്ലാത്ത കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ ത്രൂ പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നമായാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ വോയിസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തും. അങ്ങനെയാണ് എനിക്ക് ഇവരുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്ക്. നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ ഉണ്ടായിരുന്നത്. ഞാൻ വിളിച്ച സമയത്ത് അവരുടെ ഓഫീസിൽ നല്ലൊരു സ്റ്റാഫ് നല്ലൊരു പോലെ ബിഹേവ് ചെയ്ത് നല്ലപോലെ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മളെ സഹായിച്ചു. സോ
ഞാൻ ഒരു സ്കാമിൻ്റെ എഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളാണ്. ഒരുപാട് പേർക്ക് ഇതുപോലെ പല പല പ്രശ്നങ്ങളും സ്കാം, പൈസയും ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇട്ട് നമുക്ക് പല രാജ്യത്തേക്കും പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. പൈസ പോവുകയും ചെയ്തു, നമ്മുടെ ആഗ്രഹവും നടന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ നിങ്ങൾ ന്യൂസിൽ കേൾക്കുന്നതാണ്. സോ നിങ്ങൾക്കത് ഉണ്ടാവരുത്. ഞാൻ അതിൻ്റെ എഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഇനി ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെ പുറത്തു പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടാവാം. സോ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പല ഏജൻറ്റുമാരും നമ്മളങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് നമ്മളവിടെ എത്തി എന്ന രീതിയിൽ നമുക്കതുപോലെ മോട്ടിവേഷൻ തന്നവരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാൻ വേണ്ടി ശ്രമിക്കും. സോ അതിലൊന്നും ചെന്ന് ചാടിക്കൊടുക്കരുത്. കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വളരെയധികം നന്ദി. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ എംപ്റ്റി, സ്റ്റേ ക്യൂരിയസ്. ബൈ.